കുട്ടിക്കാലത്ത് വേനൽ അവധിയായി കഴിഞ്ഞാൽ കുട്ടികളെല്ലാം കൂടി ചോറും കറിയും കളിക്കും. അന്നത്തെ ഒരു പ്രധാന ഐറ്റമാണ് അപ്പുറത്തെ വീട്ടിലെ അമ്മ കാണാതെ ചേമ്പിന്റെ തട വെട്ടിക്കൊണ്ടുവന്ന് അരിഞ്ഞു കളിക്കുക. എന്തിനാ പിള്ളാരെ ഇതൊക്കെ നശിപ്പിച്ച് കളയണേന്ന് ഒറ്റ ചോദ്യത്തിൽ ഞാൻ ആകപ്പാടെ വിഷമിച്ചു. ചേമ്പല്ലേ ഇതിന്റെ കറി വെക്കുക, തണ്ടിന് ഇത്ര വലിയ പ്രാധാന്യമുണ്ടോ? കൊള്ളം, തോരൻ, അവിയൽ, പുളിങ്കറി, അങ്ങനെ എന്തൊക്കെ വിഭവങ്ങളാ ഇത് വെച്ച് ചെയ്യാൻ പറ്റുന്നത്. എങ്കില് ഇത് വെച്ച് ഇനി ഇതൊക്കെ ഉണ്ടാക്കുമ്പോൾ എനിക്ക് കൂടി തരണേന്ന് പറഞ്ഞ ഉടനെ തന്നെ അമ്മ പറഞ്ഞു, എന്നാ പിന്നെ ഇന്ന് അവിയൽ ഉണ്ടാക്കിയിട്ട് തന്നെ കാര്യം. സത്യം പറഞ്ഞ അന്ന് കഴിച്ച അവിയലിന്റെ രുചി അത്രയും ഇപ്പോഴും എൻ്റെ നാവിലുണ്ട്. ചേമ്പിന്റെ തട വെട്ടി അതിന്റെ തോലൊക്കെ കളഞ്ഞ് ഉപ്പുവെള്ളത്തിനകത്ത് അരിഞ്ഞിടണം. അതിനുശേഷം അത് പിഴിഞ്ഞെടുത്ത് മാറ്റിവെക്കുക. ഇനി അരപ്പ് തയ്യാറാക്കാം. അതിനായിട്ട് തേങ്ങ ചിരകിയതും 2 പച്ചമുളകും കൊച്ചുള്ളിയും വെളുത്തുള്ളിയും ഒരൽപ്പം ജീരകവും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും കൂടി ചേർത്ത് അവിയലിൻ്റെ പാകത്തിന് തേങ്ങ അരച്ച് വെക്കാം. ഇനി ചട്ടി ചൂടാവുമ്പോൾ ചേമ്പിൻ തട ഇട്ട് കൊടുത്ത് ആവശ്യത്തിന് വെള്ളവും ഒഴിച്ച് ഒന്ന് അടച്ച് വെച്ച് വേവിക്കാം. എല്ലാവർക്കും അറിയാം, ഇതിന് വലിയ വേവുള്ള ഒന്നും അല്ലല്ലോ, പെട്ടെന്ന് തന്നെ ആവി കയറി കിട്ടും. ഇതൊന്ന് വെന്ത് കഴിയുമ്പോൾ നമ്മൾ അരച്ച് വെച്ചേക്കുന്ന അരപ്പ് കൂടി ചേർത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കണം. സത്യം പറയാലോ, മലക്കറികളെല്ലാം ചേർത്ത് വെക്കുന്ന അവിയലിനെക്കാട്ടിലും എനിക്ക് സ്വാദായിട്ട് തോന്നിയിട്ടുള്ളത് ഇങ്ങനെയൊക്കെ ഉണ്ടാക്കുന്നതിനാണ്. ഇനി ഉപ്പ് കൂടി ചേർത്ത് ഇത് ഒന്നുകൂടി അടച്ചു വെക്കണം. അതിനുശേഷം ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇനി ചേർക്കേണ്ടത് നമുക്ക് ആവശ്യമുള്ള കറിവേപ്പില. കറിവേപ്പില ആവശ്യമില്ലാത്ത ഒന്നല്ല കേട്ടോ. കറിവേപ്പില ഉണ്ടെങ്കിലേ അവിയലിനായാലും മറ്റ് കറികൾക്കായാലും സ്വാദുള്ളൂ. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് അതിലേക്ക് നല്ല പച്ച വെളിച്ചെണ്ണ അങ്ങോട്ട് നന്നായി ഒഴിച്ചു കൊടുത്ത് ഇളക്കി എടുക്കുക. ഓർമ്മകൾക്ക് എന്ത് സുഗന്ധമാണല്ലേ! ഈ അവിയലിന് നല്ല സുഗന്ധവും ഗുണവും രുചിയുമാണ്.